You've been talking about patience. Hey guys, welcome back to NK Ladies. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ CapCut ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മളെ ക്ലിപ്പിൻ്റെ ക്വാളിറ്റി കൂട്ടാമെന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിൾ മെത്തേഡിലൂടെ നമ്മളെ ക്ലിപ്പിൻ്റെ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് CapCut ആണ്. അപ്പോൾ നമ്മൾ CapCut ഓപ്പൺ ചെയ്യാൻ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്കൊരു ക്ലിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏതൊരു ക്ലിപ്പാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്ലിപ്പ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വന്ന് റോളക്സ് എന്ന് പറഞ്ഞ ഫിലിമിലെ ഒരു ക്ലിപ്പാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ക്ലിപ്പാണോ ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വന്നിപ്പം ഈ ഒരു ക്ലിപ്പാണ് എടുക്കുന്നത്. ഗൈസ്, നമ്മൾ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു താഴത്തെ ഭാഗം സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ അഡ്ജസ്റ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്കപ്പോൾ ഇതേപോലൊരു ഓപ്ഷൻ കിട്ടും. ഇവിടെ നമ്മൾ ഗ്രാഫ്സ് എടുക്കുക. ഇതിൽ നമ്മൾ കുറേ അധികം, അതായത് 4 കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന കർവ് നിങ്ങൾ ഈ ഒരു 4 കളേഴ്സിലായിട്ട് കൊടുക്കുക. ഈ ഒരു രീതിക്ക് എല്ലാ കർവും നിങ്ങൾ സെറ്റ് ചെയ്യുക. അതായത് 4 കളേഴ്സിൻ്റെയും കർവ് ഈ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. വൈറ്റ്, ഗ്രീന്, അതുപോലെ തന്നെ വൈറ്റ്, റെഡ്, ഗ്രീന്, ബ്ലൂ, ഈ 4 കളറിൻ്റെയും കർവ് നമ്മൾ ഈ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ ഇതേപോലെ ഇതും ടിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് 4 കളറിൻ്റെയും കർവ് ഇതേപോലെ ആക്കുമ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും കിട്ടുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക, ഇതും ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ എഫക്ട്സിലേക്ക് വരിക, വീഡിയോ എഫക്ട്സിലേക്ക് വരിക. വീഡിയോ എഫക്ട്സിലേക്ക് വന്ന ശേഷം നമ്മൾ ബേസിക്കിലേക്ക് വന്നിട്ട് ബ്ലർ ബട്ടൺ, അതായത് ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്യുക. നമ്മൾ അഡ്ജസ്റ്റിൽ വന്നിട്ട് ബ്ലറിൻ്റെ വാല്യൂ 100 ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ ഇത് പറഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ എൻഡ് വരെ സെറ്റ് ചെയ്യുക. അതായത് ആ ഒരു ബ്ലർ ഓപ്ഷൻ വീഡിയോയുടെ എൻഡ് വരെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ആ ഒരു ക്ലിപ്പ് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ക്ലിപ്പ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. ദെൻ നമ്മൾ ഡൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡൺ കൊടുക്കുമ്പോൾ ഇതേപോലെ അഗെയിൻ നമ്മളെ CapCutൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് വരും. ദെൻ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. നമ്മൾ ഏതൊരു ക്ലിപ്പാണോ ഫസ്റ്റ് ആഡ് ചെയ്തത് ആ ഒരു ക്ലിപ്പ് ഒന്നുകൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ എൻഡിലായിട്ട് എൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് നമ്മൾ കളയുക. ദെൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ താഴെ ഓവർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, ഓവർലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു ക്ലിപ്പില്ല, ആ ഒരു ക്ലിപ്പ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നമ്മുടെ സ്ക്രീനിൽ ഫില്ലല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അത് സ്ക്രീനിൽ കറക്റ്റായി ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ താഴെ സ്പ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കളർ ബേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ അതിൻ്റെ വാല്യൂ വന്ന് നമ്മളൊരു 35 സെറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 30 to 35 ഇതാ ഈ ഒരു റേഞ്ചിൽ കറക്റ്റായി സെറ്റ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ ആഡ് ഓവർലേ കൊടുക്കുക. നമ്മൾ സ്റ്റോക്ക് വീഡിയോസിലേക്ക് വരാം. ഇവിടെ നമ്മൾ വൈറ്റ് ഓവർലേ ഇതേപോലെ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്ക്രീനിൽ ഫില്ലാക്കി കൊടുക്കാം. ഇത് നമ്മൾ സ്പ്ലൈസിലേക്ക് വന്നിട്ട് ഓവർലേ കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒരു കിഡിലൻ 4K രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ ഓവർലേ വന്ന് ഇതേപോലെ ഒരു 70%ലേക്കൊക്കെ കറക്റ്റായി സെറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ടൊരു നേരത്തെ ക്ലിപ്പിനെക്കാട്ടിയും കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ബാക്ക് വരിക. ദെൻ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ ആഡ് ചെയ്ത ക്ലിപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ അഡ്ജസ്റ്റിലേക്ക് വരിക. അഡ്ജസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ മാനുവലായിട്ട് ആ ഒരു വീഡിയോയുടെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ വീഡിയോയുടെ അതായത് നിങ്ങളുടെ വീഡിയോയുടെ കളേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് കോൺട്രാസ്റ്റ്, കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോക്കും ഒരുപോലെ ആയിരിക്കില്ല ഈ കോൺട്രാസ്റ്റ്, സാച്ചുറേഷനൊക്കെ, എക്സ്പോഷറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾ നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് കറക്റ്റായി ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഇപ്പോൾ സാച്ചുറേഷൻ കൂട്ടിയാൽ ഇതാ ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതിപ്പോൾ ഒരു ബഡാസ് ആ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് സാച്ചുറേഷൻ കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു രീതിക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ സോഫ്റ്റ് എഡിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് സാച്ചുറേഷനൊക്കെ അത്യാവശ്യം കൊടുത്ത് അധികം സാച്ചുറേറ്റ് ആക്കാണ്ട് കുറച്ചൊരു മീഡിയത്തിലായിരിക്കും ചെയ്യുക. പക്ഷേ നമ്മളൊരു ബഡാസ് എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡാർക്ക് മോഡിലായിരിക്കും അധികം ആൾക്കാരും ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ പറയുന്നത്. അതുപോലെ നമുക്ക് ഈ കളറിൽ പോയാൽ നമുക്ക് ഓരോ അധികം കളറും കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ കസ്റ്റമൈസ് ആയിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഹൈലൈറ്റ്സ്, ഷാഡോസ്, ഇതൊക്കെ ലൈറ്റ് മോഷൻ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കി കൊടുക്കാണ്ടില്ലേ. ഷാഡോസൊക്കെ കൊടുക്കുമ്പോൾ ഇതാ ഓവറായി കൊടുക്കുമ്പോൾ ഇതേപോലെ ബോറായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജസ്റ്റ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ക്ലിപ്പ്, അതായത് ഒരു നോർമൽ ക്ലിപ്പ് 4K ആക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത്ര സിമ്പിളായിട്ട് നമ്മളെ വീഡിയോയുടെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ് തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസിലേക്കാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.